ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ടയായിട്ടായിരിക്കുന്നത്. അത് മെൽറ്റായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു വലിയ ഒരു തക്കാളിയും പിന്നെ ചെറിയൊരു തക്കാളി എടുത്തിട്ട് 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വലിയ തക്കാളി ചെറുതാണെങ്കിൽ ഒരു 3 നിങ്ങൾക്ക് എടുക്കുക. ഇതിൻ്റേത് ഒന്ന് വലുതും ഒരു ചെറിയ തക്കാളി ഞാൻ ഇട്ടത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്കിനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അതുകൊണ്ട് നമുക്ക് ഒരു അരപ്പുണ്ടാക്കണം. അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫൈൻ പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉടഞ്ഞ് കിട്ടണം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഉണ്ടാവും ഒരു തരി പോലും ഇല്ലാതെ നല്ല ഉടഞ്ഞിട്ട് ഇതുപോലെ തന്നെ കിട്ടണം കേട്ടോ തക്കാളി. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അരപ്പ് ഉണ്ടാക്കിയില്ല, ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അരപ്പ് ഫൈൻ പേസ്റ്റ് പോലെ ഉണ്ട്, തരിയൊന്നും പാടി നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ജാറിൽ കുറച്ചും കൂടി അരപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ അരപ്പും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യിച്ചിട്ടാണ് അത് ഒന്ന് മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ളത് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അതും ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ജാറിൽ കുറച്ച് വെള്ളം, അരപ്പിൻ്റെ ഒരു കുറച്ച് ഇതുണ്ടാവുമല്ലോ, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, അപ്പോൾ കറി നല്ല ലൂസായി പോവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കണം. ഓവറായിട്ട് തിളച്ച് മറിയരുത്, തേങ്ങ അത് പിരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 1-2 മിനിറ്റ്. ഇപ്പം തന്നെ അടച്ചു വെച്ചത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. ഞാൻ തുറക്കുന്നുണ്ട്, തുറന്ന് തള വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം എന്താ വേണ്ടിച്ചാൽ എനിക്ക് എഗ്ഗ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ എഗ്ഗ് സ്ട്രെയിറ്റ് അതിലേക്ക് തന്നെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ പുഴുങ്ങിയിട്ടിടുക, അല്ലെങ്കിൽ ആംബ്ലേറ്റ് ആക്കിയിട്ട് ആംബ്ലേറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസ് ആക്കിയിടുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇനിയിപ്പോൾ പുഴുങ്ങിയിട്ടാണെങ്കിലോ ആംബ്ലേറ്റ് ആക്കിയിട്ടാണെങ്കിലോ നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് അത് ആഡ് ചെയ്താം. പക്ഷേ അരപ്പും കാര്യങ്ങളൊക്കെ സെയിം ഇതുപോലെ ആക്കിയിട്ട് എഗ്ഗ് നിങ്ങളിഷ്ടം പോലെ ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ പൊട്ടിച്ച് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ഞാൻ 3 എഗ്ഗ് ഇട്ട് കൊടുത്ത്, എഗ്ഗ് ഇട്ടെടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഇളക്കരുത് കേട്ടോ. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തത് അങ്ങനെ ഇളക്കാതെ വെക്കണം. ഇളക്കി പൊടിഞ്ഞു പോവും. അതൊന്ന് അതിൽ കിടന്നിട്ട് നമുക്കത് എഗ്ഗ് ഒന്ന് വെന്ത് കിട്ടണം. ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ നിന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഒരുപാടിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എടുത്ത് ചെറുതായിട്ടൊരു ബബിൾ വരും. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. അതിനെ വല്ലാതെ ഇളക്കരുത്. നമുക്ക് കറി സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി. ഇതപ്പം കറി സെറ്റായിട്ടുണ്ട്. ഇത്രയുള്ള പണി മുട്ടക്കറി ഉണ്ടാക്കാൻ 5 മിനിറ്റുള്ളിൽ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും, ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.